നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മളിവിടെ ചർച്ച ചെയ്യുന്ന വിഷയം വിഷുക്കണിയെ സംബന്ധിച്ചാണ്. ഈ വർഷം എപ്പോഴാണ് വിഷുക്കണി എന്ന് പല പ്രേക്ഷകരും നമ്മളോട് ഫോണിലൂടെ ബന്ധപ്പെടുന്നു ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ വിഷുവിൻ്റെ ആരംഭം 1201 മേടമാസം 1-ാം തീയതി തന്നെയാണ്. അതായത് 2026 ഏപ്രിൽ മാസം 14-ാം തീയതി കുജവാരം ചൊവ്വാഴ്ച 9:45 സമയത്താണ് കാലത്ത് മേഷരവി സംക്രമം, മേടത്തിൽ സൂര്യൻ സംക്രമിക്കുന്നത്. ഈ സമയമാണ് യഥാർത്ഥത്തിൽ വിഷുവായി നാം ആചരിച്ചു വരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം ഇത്ര വൈകിയതുകൊണ്ട്, കാലത്ത് 9:25 ആയതുകൊണ്ട് വിഷുക്കണിയും അതിനോടനുബന്ധിച്ചുള്ള മറ്റ് എല്ലാ സദ്യകളും അതിനു പുറമെ വിഷുക്കൈ നീട്ടം മുതലായ മഹത്തായ കർമ്മങ്ങളൊക്കെ തന്നെ എപ്പോഴാണ്? മേടമാസം 2-ാം തീയതി, അതായത് 2026 ഏപ്രിൽ മാസം 15-ാം തീയതിയാണ് നാം ആഘോഷിക്കുന്നത്. എപ്പോഴാണ് വിഷുക്കണി ദർശനമെന്ന് ധാരാളം പേര് ചോദിക്കുന്നു. ഞാൻ പറഞ്ഞു, മേടമാസം 1-ാം തീയതി ചൊവ്വാഴ്ച കാലത്ത് 9:25 മുതൽ മേടത്തിലേക്ക് സൂര്യൻ സംക്രമിക്കുന്നു. അതിനാൽ ചൊവ്വാഴ്ച രാത്രി തന്നെ, വൈകിട്ട് തന്നെ എല്ലാം വിഷുക്കണിക്ക് വേണ്ട എല്ലാ കാര്യക്രമങ്ങളും ഒക്കെ തന്നെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാം. യഥാർത്ഥത്തിൽ വിഷുക്കണി ദർശിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയം 2-ാം തീയതി കാലത്താണ്. കാലത്ത് എത്ര മണിയാണ്? ബ്രാഹ്മമുഹൂർത്തത്തിൽ വിഷുക്കണി കാണുന്നതാണ് ഏറ്റവും ഉത്തമം. അതായത് അന്നത്തെ ദിനം ഉദയത്തിന് 3 മണിക്കൂർ മുമ്പേ ബ്രാഹ്മമുഹൂർത്തത്തിൽ കാണുക. അതായത് ആ സമയം വരിക കാലത്ത് 3:30 മുതൽ ഉദയം വരെയുള്ള 6:20 വരെയുള്ള ഈ 3 മണിക്കൂർ സമയമാണ് വിഷുക്കണി ദർശനത്തിന് ഏറ്റവും നല്ലത്. ആ വിഷുക്കണി ദർശനം കഴിഞ്ഞ് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് എന്ത് ചെയ്യാം? പ്രായമുള്ളവർക്ക്, ചെറുമക്കൾക്ക്, തൻ്റെ മക്കൾക്ക് വിഷു കൈനീട്ടം നൽകാം. അപ്രകാരം യുവതി യുവാക്കൾക്ക് തങ്ങളുടെ കുട്ടികൾക്കൊക്കെ വിഷുക്കൈ നീട്ടമൊക്കെ കൊടുത്ത് പടക്കം പൊട്ടിച്ച് അന്നത്തെ ദിനത്തെ ധന്യമാക്കാം. അതിനുശേഷം വളരെ വിഭവസമൃദ്ധമായ സദ്യ ഒക്കെ ഉണ്ടാകും. നമുക്കറിയാം, അന്നത്തെ ദിനം തന്നെ അതിഥികളെ സ്വീകരിക്കുവാനും സുഹൃത്തുക്കളെ കാണുവാനും സുദർശനത്തിനുമൊക്കെ നല്ല സമയം കാലത്ത് 9:25 മുതൽ 10:15 വരെയുള്ള സമയമാണ്. കാരണം പുരൂരുട്ടാതി നക്ഷത്രമാണ് വിഷു വരുന്ന ദിനം. അതിനാൽ മേൽപ്പറഞ്ഞ സമയം നല്ല കാലഹോരയാണ്. എല്ലാവരുമായി നല്ല സൗഹൃദമൊക്കെ പുലർത്തുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ ഒരു വിഷുദിനത്തെ ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.